ഹലോ, അസ്സാം വലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമോനുമാണ്. ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. എങ്കിലും ഒരുപാട് പാവപ്പെട്ട രോഗികളുടെ അടുത്താണ് ഞാനുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്ത് കെയർ ഹോം എന്ന് പറഞ്ഞ ഒരുപാട് മനുഷ്യസ്നേഹികൾ നടത്തുന്ന ഒരു പാവപ്പെട്ടവർക്ക്, അതായത് പാവപ്പെട്ട രോഗികൾക്ക് താങ്ങും തുണലായ സ്ഥാപനത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരുപാട് രോഗികളെന്ന് ഞാൻ കണ്ടു. അവരെ മുഖത്തുള്ള സന്തോഷവും സ്നേഹവും, ഇവർ കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു കണ്ണീരിന്ന് കണ്ടു. അത്രയും രോഗികളിന്ന് ഇവിടെ സന്തോഷത്തോടെ, അതായത് അവർക്ക് താമസിക്കാൻ, ഭക്ഷണം, എല്ലാ സൗകര്യവും തികച്ചും സൗജന്യമായിട്ടാണ് നമ്മുടെ കെയർ ഹോം കൊടുക്കുന്നത്. എന്തായാലും അതിൻ്റെ സ്ഥാപനത്തിൻ്റെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. അവർ വിശദമായിട്ട് കാര്യം പറയും. അതിൽ സ്വന്തമല്ല, അവർ മറ്റൊരു സന്തോഷ വാർത്തയും കൂടി നമുക്കുണ്ട്. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ തീർത്തും അർഹതപ്പെട്ട പാവപ്പെട്ട രോഗി കിഡ്നി മാറ്റിവെക്കാൻ വന്നാൽ പിന്നീട് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തോളം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. ആ രോഗികൾക്ക് അർഹരാണെന്ന് 100% ഇവർ പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടാൽ അവർക്കും 100% ഭക്ഷണം, അതേമാതിരി താമസ സൗകര്യം, അത് സ്വന്തമല്ല, ഇവരെ ഇവിടുത്തെ കെയർ ഹോമിലെ ആംബുലൻസിൽ ഇക്രക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സൗകര്യം വരെ ഇവർ ചെയ്യുന്നുണ്ട്. നല്ല എല്ലാ സൗകര്യത്തോടുള്ള താമസ സൗകര്യം, നല്ല വൃത്തിയും കാര്യങ്ങളും, വളരെ സിസ്റ്റർമാരടക്കം വളരെ സുരക്ഷിതമായ ഉത്തരവാദിത്തപ്പെട്ട രീതിയിലാണ് ഈ കെയർ ഹോമിൻ്റെ പ്രവർത്തനം. തികച്ചും സൗജന്യമാണ്. റൂം, ഭക്ഷണം, മറ്റുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ഈ രോഗി ചികിത്സിച്ച് ആ പറയപ്പെട്ട ദിവസങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് തീർത്തും ദിവസം പോകേണ്ടി വന്നാലും അതിന് കെയർ ഹോമിലെ ആംബുലൻസുകളുണ്ട്. അത് ഉപയോഗിച്ച് അത് ചികിത്സിച്ച് തീർത്തും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇക്ര ഹോസ്പിറ്റലിൽ ഇപ്പോൾ 2.25 ലക്ഷം രൂപയാണ് നമുക്ക് കിഡ്നി ഓപ്പറേഷന് മേടിക്കേണ്ടത്. ഏകദേശം 40,000 രൂപയോളം ടെസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ പല ആളുകളും സംശയം തീർത്തിരുന്നു, അത് സ്വന്തം പോരല്ലോ, അവിടെ 3 മാസം സ്റ്റേ ചെയ്യണ്ടേ, അതിന് 15,000 രൂപ ഒരു റൂമിന് വേണം, അവർക്ക് താമസിക്കാൻ വീട് 15,000 രൂപയോളം ഏകദേശം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവർക്ക് ഭക്ഷണം, അവരെ കൂടെ കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത ആൾക്ക് സ്റ്റേ ചെയ്യണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് പല രോഗികളെ സംബന്ധിച്ചും നമ്മൾ കേട്ടിരുന്നത്. അതിന് ഏറ്റവും നല്ല പരിഹാരമാണെന്ന് നമ്മുടെ ഈ കെയർ ഹോം നമുക്ക് തന്നിരുന്ന ഈ ഓഫർ. 25ഓളം വർഷങ്ങളായി ഇവരിവിടെ ഒരുപാട് രോഗികൾക്ക് സഹായവുമായിട്ട്. ഇവിടുത്തെ സംഘടനൻ്റെ ഏറ്റവും വലിയത് ഇവർ പ്രചരണമോ മറ്റുള്ള ചാനലിലുള്ള വാർത്ത കൊടുക്കലൊന്നല്ല, തീർത്തും അർഹതപ്പെട്ട രോഗികൾക്ക് സഹായിക്കുക. അത് സ്വന്തമല്ല, ഇവിടുന്ന് കേട്ടു നോക്കുമ്പോൾ എത്രയോ രോഗികളാണ് ഇവിടുന്ന് അത് മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി എത്തിക്കുക, അല്ലെങ്കിൽ ആ ബോഡിക്ക് വേണ്ടുന്ന സഹായങ്ങൾ തീർത്തും അർഹര്. ഒരു നിലക്കും മരുന്നിന് പോലും കാശില്ലെങ്കിൽ അവർക്ക് മരുന്നും നൽകുക. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ കെയർ ഹോം ഇനി വലിയൊരു പദ്ധതിയും കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരുടെ സപ്പോർട്ടും, നിങ്ങളെയും മൊത്തം നമ്മളെ സപ്പോർട്ട് നമുക്ക് ഈ സ്ഥാപനത്തിന് വേണം. അവരാഗ്രഹങ്ങൾ വലിയൊരു ആഗ്രഹമാണ്. വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്കല്ല ആഗ്രഹം, പാവപ്പെട്ട തീർത്തും നിവൃത്തിയില്ലാതെ ഇനി ചികിത്സിക്കാൻ പണമില്ല, അല്ലെങ്കിൽ ഊരമറിഞ്ഞിട്ടും നെട്ടിൽ കിടന്നിട്ടൊക്കെ വീട്ടുകാർക്ക് ഒരു ഭാരമായ കുറേ രോഗികളുണ്ട്. അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുക എന്നുള്ള വലിയൊരു മെസ്സേജ് ആയിട്ടാണ്, അല്ലെങ്കിൽ വലിയൊരു ആശയമായിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. നമുക്കൊക്കെ അതിന് പിന്താങ്ങണം. നമ്മളൊക്കെ വിചാരിച്ചാൽ തീർത്തും ഈ പാവപ്പെട്ട രോഗികൾ, ഞാൻ ആ രോഗികളോട് സംസാരിച്ചപ്പോൾ അവരെ മുഖത്തുള്ള എത്രയോ രോഗികളെ കണ്ടെന്ന് ഞാൻ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചിട്ട് ക്യാൻസർ രോഗികളായ ആളുകളെ ഞാൻ കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചപ്പോൾ അവരെ കുറച്ച് വാക്കുകൾ കേട്ടു. അവരുടെ മുഖത്തുള്ള സന്തോഷം, സ്നേഹം ഞങ്ങൾക്കുണ്ട് ആരെങ്കിലുമൊക്കെ എന്നുള്ള ഒരു തണൽ. അതിന് കെയർ ഹോമിനോട് നന്ദി എങ്ങനെയാണ് പറയാൻ അറിയില്ല. ഞാൻ നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവരെ ആശയത്തിന് നമ്മൾക്കൊക്കെ പങ്കാളിയാവണം. ഈ മുക്കം അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഒരു 4-5 ഏക്കർ കിട്ടിയാൽ അവർക്കൊരു വലിയൊരു ഉദ്ദേശം, ഈ പാവപ്പെട്ട അല്ലെങ്കിൽ നട്ടെല്ലൊക്കെ മുറിഞ്ഞ് തീർത്തും അവശരായ രോഗികൾക്ക് പരിചരണം കൊടുത്ത് അവരെ സംരക്ഷിക്കണം എന്നാണ് ഇവരാഗ്രഹം. അതും നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ആനുകൂല്യങ്ങൾ, കാരണം നടുത്തരായ കുടുംബങ്ങളുണ്ടാവും, സാമ്പത്തികം ഉണ്ടാവില്ല,
ഒരു 2-3 ലക്ഷം കയ്യിലുണ്ടാവും. പക്ഷേ അവിടെ പോയിട്ട് റൂം എടുത്തിട്ട് പിന്നെ ഒരു സംഖ്യ വേണം, അതിന് ട്രാവലിങ്ങിന് കാശ് വേണം, ഭക്ഷണത്തിന് കാശ് വേണം. ഇങ്ങനെ ഒരുപാട് വിഷമത്തിലുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ചികിത്സ നീട്ടി കൊണ്ടുവരാണ്. പക്ഷേ അതിനാണ് നമ്മുടെ കെയർ ഹോം അതിൽ ഈ ഒരു ഓഫർ റേറ്റ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. പക്ഷേ അർഹരായിരിക്കണം. അത് അവർ പരിപൂർണമായിട്ട് പരിശോധിക്കും. കാരണം അർഹരല്ലാത്തവർക്ക് പിന്നെ അത് നൽകാൻ പാടില്ല. കാരണം ഇവരത്രയും റിസ്ക് എടുത്തിട്ടാണ്. ഒരു രോഗിയും വേദനിക്കരുത്, ഒരു രോഗിയും വിഷമിക്കരുത്, അവർക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാണെന്നുള്ളത്. ആ രോഗിനെ ഇവരെ ഈ കെയർ ഹോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരിപൂർണ സുരക്ഷിതമായിട്ട് സിസ്റ്റർമാരും എല്ലാ സൗകര്യം, അതുപോലെ പിന്നെ എത്രയോ ഓക്സിജൻ സിലിണ്ടർ ഇപ്പോൾ ഇവർ ഈ രോഗിനായിട്ട് 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അവിടെ ഈ രോഗിക്ക് 50,000-60,000 രൂപ കൊടുത്തിട്ട് ഓക്സിജൻ സിലിണ്ടർ ഒന്നും മേടിക്കാൻ കഴിയില്ല. പക്ഷേ ആ ഓക്സിജൻ്റെ മെഷീനടക്കം ഇവർ എത്രയോ രോഗികൾക്ക് കൊടുത്ത് അത് അവിടുന്ന് കഴിയുമ്പോൾ മറ്റു രോഗികൾക്ക് കൊടുക്കണ്. ഞാൻ മുഴുവൻ പറയില്ല, കാരണം ഇവിടുത്തെ എല്ലാ യഥാർത്ഥങ്ങളും നമ്മുടെ കെയർ ഹോമിൻ്റെ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ ഉണ്ട്. അതിൽ അവരെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് അവരെ സ്ഥാനത്തിനൊന്നും വില കൽപ്പിക്കണമല്ല, പേരും ചൂരിനും കൽപ്പിക്കണമല്ല, മറ്റുള്ളവന് എന്ത് ചെയ്യും അത് എന്ത് ചെയ്ത് സഹായിക്കണം, പാവപ്പെട്ടവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവർ പറഞ്ഞത് ചെറിയ ഒരു നിസ്സാര കാര്യമായിട്ട് തുടങ്ങിയതാണ്. അതായത് ഏതോ ഒരാൾക്ക് മരുന്ന് മേടിക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടി, അപ്പോൾ ആ മരുന്ന് മേടിച്ചു കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ കെയർ ഹോം എന്നുള്ള വലിയ ഒരു സ്ഥാപനത്തിലെത്തിയത്. അതിൻ്റെ അർത്ഥം 100% ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വാസ്തയോ ഒന്നുമില്ല. ഒരാളെ ലെറ്റർ പാഡിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കും അർഹതപ്പെട്ടവനാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുമെന്ന് പരിപൂർണ്ണ ഉറപ്പാണ്. അപ്പം വരിക്ക് ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട വാരിഷുണ്ടിക്ക അദ്ദേഹം എല്ലാ വിഷയങ്ങളും തുറന്ന് പറയും. നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക, ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. അവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്താണ്. ഇൻഷാ അല്ലാഹ് ഇക്ക പറയും കാര്യങ്ങളൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമുക്ക് ഹെൽപ്പിംഗ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നാസർ മാനുക്ക നമ്മളെ കെയർ ഹോം വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം നമ്മളെ രോഗികളെയൊക്കെ കണ്ടറിഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ, പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് മുൻപന്തിയുള്ള നാസർക്കയും കൂടി ഹെൽപ്പിംഗ് ഹാൻഡ്സിനോടൊപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചത് തന്നെ നമുക്കൊരു വലിയ ധൈര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒത്തുചേർന്നിട്ട് ഒരുപാട് ഹൈറ് നല്ലത് പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ എന്തൊക്കെയാണ് നമ്മളിവിടെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഈ ഏതൊക്കെ രോഗികളെ ഇവിടെ ഉള്ളത് ഇപ്പം കെയർ ഹോമിലുള്ളതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന 5 ജില്ലകളിൽ നിന്ന് വയനാട്, മലപ്പുറം, കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് 3 മാസം 4 മാസമൊക്കെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പീരിയഡിൽ അവർക്ക് സ്ഥിരമായിട്ട്, അതായത് കാസർഗോഡും കണ്ണൂർ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പോയി മടങ്ങാതെ ഇവിടെ തന്നെ പരിപൂർണമായ ഒരു 4 സ്റ്റാർ ഫെസിലിറ്റീസിൽ ഹൈജീനിക്കായിട്ട് പരിപൂർണമായ ഭക്ഷണത്തോടൊപ്പം എല്ലാം സൗജന്യമായി നഴ്സിംഗ് സൗകര്യം അസിസ്റ്റൻറ്റിനോട് കൂടെ കൊടുക്കുന്നൊരു സൗകര്യമാണ് ഇപ്പം നമ്മളെ കെയർ ഹോമിൽ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ കിഡ്നി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇക്ര ഹോസ്പിറ്റലിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാകുന്ന ആളുകൾക്കും അവരുടെ ബൈസ്റ്റാൻഡർമാർക്കും ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണത്തോടൊപ്പം താമസിക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്യാൻസർ ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്കും അവരുടെ ഒരു ഉമ്മക്കോ അച്ഛനോ ആരെങ്കിലും അവർക്ക് ഇവിടെ താമസിക്കാനുള്ള, അതായത് 100 ആളുകൾക്ക് ഇവിടെ അറ്റ് എ ടൈം താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്യുന്നത്. താമസത്തിനോടൊപ്പം ഭക്ഷണവും. എന്തായാലും നമ്മൾ നമ്പർ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഉദ്ദേശം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്തൊരു പദ്ധതിയാണ് സാറ് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവരേണ്ടതുള്ള ഈ നട്ടെല്ലൊക്കെ മുറിഞ്ഞിട്ട് അവശരായ രോഗികളെ അവരെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടാത്ത കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെന്താണ് ഇപ്പൊ നമ്മളെ ഉദ്ദേശങ്ങൾ എങ്ങനെ? അതായത് ഇപ്പോൾ കെയർ ഹോം എന്ന സ്വപ്ന പദ്ധതിക്ക് ശേഷം ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഒരു അടുത്ത മെഗാ നമ്മളെ സ്വപ്ന ഒരു പ്രൊജക്റ്റാണ് ഈ തളർന്നു പോകുന്ന സ്പൈനൽ കോഡിന് ബുദ്ധിമുട്ടുകൾ ബാധിച്ച്, തളർച്ച ബാധിച്ച് ജീവിതം തന്നെ 4 ചുമരുകൾക്കുള്ളിലാകുന്ന ആളുകൾക്കുള്ള ഒരു സഹായം. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റും വീഴ്ച മൂലമോ മറ്റോ എന്നായിട്ട് അവരുടെ സ്പൈനൽ ഇഞ്ചുറി ട്രീറ്റ്മെൻറ്റിന് ശേഷം വീടുകളിലേക്ക് മടങ്ങിപ്പോയി 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ആളുകൾക്ക് അവർ പോകുന്ന ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം നല്ലൊരു കോഴ്സ് മാനസികമായിട്ടും
ശാരീരികമായിട്ടും അവരെ ഉയർത്തുന്ന കോഴ്സ് മരുന്നും മെഡിക്കൽ പരമായിട്ടും നടത്തുന്ന ഒരു റിഹാബ് സെൻറ്റർ തുടങ്ങാനാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ അടുത്ത പ്രൊജക്റ്റ്. ഇൻഷാ അല്ലാഹ് മാനുക്കയും നമ്മളതിൽ സഹകരിക്കാമെന്നും നമുക്ക് സ്ഥലത്തിൻ്റെ ഒക്കെ ഓഫറൊക്കെ മാഷാ അല്ലാഹ് ഇപ്പം തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തളർന്നു പോകുന്ന രോഗികളെ അവരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും എന്തിനേറെ അവരെ സ്വന്തം തൊഴിലിന് പോലും പ്രാപ്തരാക്കുന്ന ഒരു സെറ്റപ്പ്, ഒരു സിസ്റ്റം വളർത്തിയെടുക്കാൻ ഹെൽപ്പിംഗ് ഹാൻഡ്സിനും നമ്മളോട് ചേർന്നുള്ള മാനുക്ക എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് നടപ്പിലാക്കണമെന്നാണ് നമ്മൾ അടുത്ത പ്രതീക്ഷ ലക്ഷ്യം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്ര രോഗികൾ ഇപ്പം നമ്മുടെ സ്റ്റേ ഉണ്ട് ഇവിടെ? ഇപ്പോൾ കോവിഡ് ഇതായിട്ട് ഇപ്പോൾ 40 ചില്ലോണം രോഗികളാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ ജാതി മത രാഷ്ട്രീയം അതൊന്നുമില്ല. ആള് പാവപ്പെട്ടവരാണെന്ന് വളരെ പരിപൂർണമായിട്ട് ബോധ്യപ്പെടണം. പൈസ ഇല്ലാത്തവനാണെന്നുള്ളത് അവരെ നാട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് നമ്മളിവിടെ എല്ലാവർക്കും എൻട്രി കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളെ ഓരോരുത്തരും അമ്മാനത്തായിട്ട് ഏൽപ്പിക്കുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസ ആർക്കെങ്കിലും അങ്ങോട്ട് ചിലവാക്കി തീർക്കുക എന്നുള്ളത് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ പോളിസി പെട്ടതല്ല. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ ഒരു ചെറിയ മെസ്സേജ് നമ്മൾ അയച്ചിന്ന് നിങ്ങൾ വിട്ടുന്ന പ്രകാരം. അപ്പോൾ ഇക്ര ഹോസ്പിറ്റലിന് ഏകദേശം 10 രോഗികൾ ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ട്. കാരണം അപ്പോൾ ഒരു വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഓഫർ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു പദ്ധതിയും കൂടി വിജയിച്ചാൽ എത്രയോ രോഗികൾക്ക് ഒരു താങ്ങാവൂലേ. അതായത് നമ്മളിപ്പോൾ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പണം മുടക്കിയ പല ആൾക്കാരും അവരത് ധാരാളം പൈസ ഉണ്ടാക്കിയിട്ട് തന്ന ആൾക്കാരൊന്നല്ല. നമ്മളെ ഈ ബുദ്ധിമുട്ടും മറ്റൊക്കെ പ്രയാസമൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും പൈസ തന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പൈസന്റെ വർക്കത്തായിരിക്കാം ഇപ്പോൾ ഇത്ര പാവപ്പെട്ട രോഗികളെ നമുക്കിവിടെ സഹായിക്കാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പണം മുടക്കിയതും ഇപ്പോഴും ഇതിന് മാസം 10 ലക്ഷം റുപ്യോളം ചെലവുണ്ടല്ലോ. ആ ചെലവിലേക്കും തരുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു കൂടുതൽ ബർക്കത്തും നിയമത്തും നൽകട്ടെ. ഇനിയും കൂടുതൽ നമുക്ക് രോഗികളെ സഹായിക്കാനും കഴിയട്ടെ. ഇതിന്റെ തുടക്കം ഒന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം ഇത്രയും ഉന്നതിയിലെത്താനും ഇത് എവിടുന്നാണ് ഇതിന്റെ ഒരു തുടക്കം എന്നുള്ളത്? ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ സംഘടന യഥാർത്ഥത്തിൽ 2021 25 വർഷം പൂർത്തീകരിക്കണം. ഈ 25 വർഷം പൂർത്തീകരിക്കുക ആദ്യം നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള PVS ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന പാവപ്പെട്ട രോഗികൾ മരുന്നില്ലാതെ മടങ്ങുമ്പോൾ അതിൻ്റെ അടുത്ത് കളിച്ച് നടന്നിരുന്ന നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ അവർക്ക് മരുന്ന് വാങ്ങി കൊടുത്തു തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അതിനുശേഷം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കും. ഇന്നും ഏകദേശം 6 ലക്ഷം രൂപേൻ്റെ മരുന്ന് വീടുകളിലും മെഡിക്കൽ കോളേജിലുള്ള രോഗികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് നമ്മൾ അങ്ങനെ പെട്ടെന്ന് അവിടെ പോയിട്ട് പൈസയെ മരുന്ന് കൊണ്ടുപോയി കൊടുക്കില്ല. ശരിക്കും പോയി അന്വേഷിച്ച് മരുന്ന് വാങ്ങാത്ത ആളാണ് പാവപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നമ്മൾ വളണ്ടിയർമാർ ദിവസേന മെഡിക്കൽ കോളേജിൽ പോകും. അപ്പം അവിടെ കാണുന്നൊരു വല്ലാത്തൊരവസ്ഥയാണ് ഈ ക്യാൻസർ വാർഡിലെ അവസ്ഥ. മലപ്പുറത്തുനിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ദൂരത്തു നിന്നുള്ള രോഗികൾ ഇവിടെ വരികയും കീമോ റേഡിയേഷൻക്ക് വേണ്ടി ഇവിടെ വരികയും 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോവുകയും അങ്ങനെ ഭാരിച്ച യാത്രാ ചെലവും രോഗി അവശയാകുന്ന ഒരവസ്ഥയും. അതിലുപരി ഡോക്ടർമാർ പറയും ഈ യാത്രകളൊക്കെ ഹൈജീനിക് അല്ലാത്തതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഇവരെ കിടന്ന് പിടിക്കുകയും ചെയ്തു. ഈ ഒരു വല്ലാത്തൊരു സങ്കടമായ അവസ്ഥ കണ്ടിട്ടാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ടീം ഒരു 40 സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ ഒരു 40,000 സ്ക്വയർ ഫീറ്റ്, അതായത് തിരുവനന്തപുരം RCCന്റെ ചുറ്റുവട്ടത്തുള്ള കെയർ ഹോമുകളെ പോലെ ഇവിടെ ഈ ക്യാൻസർ രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് അവർക്ക് പോകാനും വരാനുള്ള നമ്മളെ ആംബുലൻസ് സൗകര്യമുണ്ട്. ബാക്കി ഭക്ഷണവും നഴ്സിംഗ് അസിസ്റ്റൻസും എല്ലാം കൂടി കൊടുത്തിട്ടാണ് ഇവിടെ താമസിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കേട്ടല്ലോ, ബഹുമാനപ്പെട്ട ഇക്ക പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടു. ഇത് ചെറിയ മട്ടത്തിൽ മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് തുടങ്ങിയ സത്യസന്ധമായി 100ക്ക് 100 അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതിന് വലിയ സാമ്പത്തികങ്ങളോലും നല്ല സഹായിക്കുന്നത്. പക്ഷേ ഇത് തീർത്തും അർഹതപ്പെട്ട രോഗികൾക്ക് കിട്ടണം എന്നുള്ളതിൽ അവർ അധ്വാനത്തിൻ്റെ ഒരു വേതനം കൊടുത്തിട്ടാണ് ഇത് മൊത്തം മുന്നോട്ട് പോകുന്നത്. നമുക്കൊക്കെ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. കാരണം നമുക്കൊക്കെ നാളെ ഇത്രയും രോഗത്തിന് പടച്ചവൻ്റെ കാവലുണ്ടാവണമെങ്കിൽ ക്യാൻസർ, കിഡ്നി ഇങ്ങനെയൊക്കെ പോയ മാരക രോഗങ്ങൾ എത്ര സമ്പത്തുണ്ടായിരിക്കും കാര്യമില്ല. രോഗം വരാതിരിക്കാനുള്ള മരുന്ന്, ഏറ്റവും വലിയ മരുന്ന് ദാനം. നമ്മളോട് തമിഴിലൊരു വാക്കുണ്ട്, ധർമ്മം തലയിൽ കാക്കുന്നു. സത്യം, എൻ്റെ അനുഭവം ഇഷ്ടം പോലെ അങ്ങനെ ഒരുപാട് ആളുകളെ. അപ്പോൾ നമ്മൾ ആ വാക്കുണ്ടല്ലോ, ദാനം നമ്മൾ ഒരിക്കലും ഭയക്കില്ല. ഇത് ഇവിടെ വന്നൊന്ന് കാണാണ്, ഇക്കാക്കാരെ വിളിച്ചിട്ട് ഒന്ന് കാണുന്ന ഈ സ്ഥാപനത്തിൻ്റെ എത്രയോ ഞാനിപ്പോൾ ഒരു ഇത്തിരി നേരം സംസാരിച്ചപ്പോൾ ആ രോഗികളെ മനസ്സിലൊരു വല്ലാത്ത സുഖം കിട്ടി. അവരിൽ നിന്ന് കിട്ടുന്ന നമുക്കുള്ളൊരു പ്രാർത്ഥന അതിലേറെ, ഓരോ രോഗികളെ വന്ന് നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ അതിലേറെ നമുക്കൊരു സുഖം. ഇവരേക്ക് സപ്പോർട്ടും സ്നേഹവും സഹായവും ഒക്കെ നമ്മൾ ചെയ്യുക. തീർത്തും അർഹതപ്പെട്ട ഏറ്റവും അവകാശികളായ രോഗികളെയാണ് നമ്മൾ സഹായിക്കുന്നത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന സപ്പോർട്ടും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇവരെ വലിയൊരു ആഗ്രഹമാണ് ആർക്കും വേണ്ടാത്ത പോലെ സഹായിക്കുക എന്നുള്ളത്. കാരണം നട്ടലൊക്കെ മുറിഞ്ഞ ആളുകളെ കുടുംബം തന്നെ നോക്കിയിട്ട് ചടച്ചിട്ടുണ്ടാവും.
അവരെയാണ് ഇവർ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് അവർക്കാണ് താങ്ങും തണലും കൊടുക്കേണ്ടതെന്നുള്ള വലിയ മനസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് സ്ഥലം ഇൻഷാ അല്ലാ ഞാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സ്ഥലം സൗകര്യമാക്കിയിട്ട് ഇവരത് ഏൽപ്പിക്കണം. ഇത്രയും ഉത്തരവാദിത്വം സത്യസന്ധതയും അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടു. കാരണം 100% അർഹരെ പോയി അന്വേഷിച്ചിട്ട് ഞങ്ങൾ അർഹർക്കാണ് കൊടുക്കണം. അപ്പോൾ ഇതിൽ മറ്റുള്ള നമ്മൾ കൊടുക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സഹായം 100% അവകാശികൾക്കായിരിക്കുന്ന ഹക്ക. അതിനുള്ള പ്രതിഫലം പടച്ചമ്പലം കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ ഇവിടെ സ്പൈനൽ ഇഞ്ചുറീസിന്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പീസ് വാലി ചെയ്യുന്ന ഏകദേശം കോതമംഗലത്തിൽ അതെ അതിന്റെ ഹൈടെക് മോഡലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാലിക്കറ്റിൽ കാരണം ആ പീസ് വാലിക്ക് തന്നെ അത്യാവശ്യം നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഒരുപാട് കഷ്ടപ്പെടുന്ന രോഗികൾ അവിടെ വന്നിട്ട് വലിയൊരു ആശ്വാസമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനോട് ഏകദേശം അതിന്റെ ഹൈടെക് ആയിട്ട് നല്ലൊരു ചിന്താഗതിയാണ് ഇവർ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇക്രയിലൊക്കെ 2.5 ലക്ഷം രൂപയ്ക്ക് അവിടുന്ന് നമ്മൾ സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു. 2.5-2.25 അങ്ങനെ വരുന്നതിൻ്റെ ബാക്കി കാശുകൾ നമുക്ക് വരുന്നത് ഇതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നതിലും മരുന്നിൻ്റെ കാര്യത്തിലൊക്കെയാണ്. അത് തീർത്തും ഫ്രീ ആയിട്ട് ഇവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ മാനദണ്ഡം കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മാത്രമാണ്. അത് അവിടെ വന്നിട്ട് ഓരോ പ്രദേശത്ത് വന്നിട്ട് അവിടെയുള്ള ആളുകളെ അന്വേഷിച്ചുകൊണ്ട് ആ ആളുകൾ ജെന്യൂനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് രോഗികളെ ഞങ്ങൾ കണ്ട് അവരൊക്കെ വലിയൊരു ആശ്വാസത്തിലുള്ള ആളുകളാണ്. കാരണം അവർ മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികൾ. ഇവിടെ എഴുതിയതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്സ്, സഹായിക്കുന്ന കൈകളാണ്. അത് തളരാതിരിക്കട്ടെ. അതിൻ്റെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾ വേണം കൊടുക്കാൻ. നമ്മൾ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മനസ്സിൽ വെക്കണം. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരും അറിയാതെ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണിത്. ഇവർക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കൈത്താങ്ങും കൂടി അത്യാവശ്യമാണ്. ഒരുപാട് രോഗികളെ സ്വകാര്യമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. മാനസാഹിബും ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇൻഷാ അല്ലാ സാഹിബ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്ത് മുകളിൽ കാണിച്ചു ഹെൽപ്പിംഗ് ഹാൻഡ്സ് കെയർ യൂണിറ്റ് എന്ന ഒരു സ്ഥാപനം മാനക്ക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം വിശദീകരിച്ചു. അതിൻ്റെ സംഘാടകരൊക്കെ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ വളരെയധികം വിശദീകരിച്ചു കഴിഞ്ഞു. ഏതായാലും അവരുടെ ഒരു ആഗ്രഹം നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനം, ഒരു നല്ല ഒരു ബിൽഡിംഗ് അതിനുവേണ്ടി ബന്ധപ്പെട്ട് ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു 5 ഏക്കർ സ്ഥലത്ത് ഞാൻ കിട്ടുകയാണെങ്കിൽ ഇത് വളരെയധികം നല്ല നിലയിൽ വിപുലീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ ഇതിന് കഴിയുന്ന ആളുകൾ ഈ സ്ഥാപനത്തിന് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്നും അത് അവരുടെ ആ ഒരു ആവശ്യം നമ്മളൊക്കെ കണക്കിലെടുത്ത് നല്ല ഒരു സ്ഥലം നമുക്ക് സൗകര്യപ്പെടുത്തി കിട്ടുകയാണെങ്കിൽ ഇവരുടെ പ്രവർത്തനം നല്ല രീതിയിലായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. കാരണമല്ല ഒരുപാട് വളരെ പ്രയാസപ്പെടുന്ന ആളുകളെയാണ് ഇവിടെ അർഹതപ്പെട്ടവരെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. ഇതിനെ ഇവിടെ കണ്ടില്ലെങ്കിൽ പല കാര്യങ്ങളും ഫ്രീ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ അടക്കം ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ കാര്യങ്ങളും ഇതിൽ അവർ ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെയധികം സ്വാഗതാർഹമാണ് ഇത്തരം കാര്യങ്ങൾ. ഇതിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം. ഇവരൊന്നും അങ്ങനെ ആളുകളുടെ മുമ്പിൽ വരാതെ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രമാണ് അവിടെ വരുന്ന വളരെ നിർധനരായ രോഗികൾക്ക് ഈ ഒരു 1.5 കൊല്ലം കൊണ്ട് 400-ലധികം രോഗികൾക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആശ്വാസം പകരാൻ കഴിയും. ഈ ഒരു ഫെസിലിറ്റി വഴി നമുക്കൊരു 85% രോഗികളെ നമുക്ക് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ കഴിയും. പല ആളുകളൊന്നും നിലവിൽ ബന്ധപ്പെടാറുണ്ട്. പല ആളുകളും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിച്ച ആളുകളും സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ. കാരണം ഇത്രയും കാലം അവർക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു സ്ഥാപനം വന്നതോടുകൂടി ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ട് ആളുകൾക്ക് ഒരു ക്യൂർ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കണക്കിനുള്ള ആളുകളുടെ സഹായം വളരെയധികം ആവശ്യമായ സംഭവമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഉണ്ടായതുകൊണ്ട് നമ്മൾ തറക്കല്ലിട്ട മുതൽ ഇതുവരെ നമ്മൾ നടന്നത് മുഴുവനും ആളുകളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെയാണ്. കർഷകൻ്റെ അനുഗ്രഹവും ആളുകളുടെ ഒരു സഹായം മാത്രമാണ് നമുക്കുള്ള ഏക പ്രതീക്ഷ. അനുഗ്രഹിക്കുന്നത് സന്തോഷവാനാണോ ഇങ്ങനെയെന്നുള്ളത് നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ 100% ഹാപ്പിയാണ് നിങ്ങൾ ചെയ്യുന്ന നന്മകളെ പറ്റി പറഞ്ഞു.
എന്താണ് ഈ കെയർ ഹോമിൽ നിങ്ങളിപ്പോൾ ചികിത്സ ആയിക്കൂടെ വന്ന് ഈ സ്വാഭാവിക കെയർ ഹോമിൽ തന്നു ഇതിൻ്റെ എന്താണ് പറയാനുള്ളത് കെയർ ഹോമിനെ കുറിച്ച് ഇവിടുത്തെ ചികിത്സ ട്രീറ്റ്മെൻറ്റും ഇവിടുത്തെ ഭക്ഷണവും മൂന്നൊക്കെ ബന്ധപ്പെടുന്നതാണ്? ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ കിട്ടാത്തൊരു ഭക്ഷണം കിട്ടുക. ഇരുപത്തിനാല് മണിക്കാണ് ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ സമയസമയം വണ്ടി തരാനും കൊടുക്കാനും എല്ലാ സൗകര്യങ്ങളും. പിന്നെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ വിളിച്ച് ഏത് സമയത്ത് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വണ്ടി, അത് 5 മണിക്ക് പോയി ടോക്കൺ എടുക്കണം. അതിന് വിളിച്ചാൽ കാര്യം പറയണമെന്നുള്ളൂ. പറഞ്ഞ് അതിന് സൗകര്യങ്ങൾ അവിടുത്തെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് വിളിച്ച് ഞങ്ങൾ സെക്കൻഡ് വണ്ടി ഒരു യാതൊരു ടൈം പിന്നെ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടാണ് പുറമെ പോകാൻ കഴിയില്ലാണ്. അതിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് തന്നെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എത്തിച്ചേരും. അല്ല കൂടുതലൊക്കെ അത് ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്ന് വർക്കാണ്ട് ഇവിടെ വന്നാൽ കിട്ടുള്ളൂ പേരിട്ട് അത് കോവിഡ് ആയതുകൊണ്ട് സോഷ്യൽ കോവിഡ് ആയതുകൊണ്ടാണ്. അപ്പൊ അത് പോകേണ്ട കാര്യമില്ല. എന്ത് പറഞ്ഞാൽ വായിച്ച് നോക്കുക, സെക്യൂരിറ്റി പറഞ്ഞാൽ കൊടുത്ത് ലിബ്രറി വന്നാൽ കൊണ്ടുതരും. ഇപ്പൊ ഇന്നലെ ആളില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് പിന്നെ എന്ത് പഴങ്ങൾ തടസ്സം പറയാൻ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത് വിഷയമായിരുന്നു. കോവിഡ് ആയതുകൊണ്ടാണ് പുറത്ത് പോകുന്നത്. നമ്മുടെ സുരക്ഷയാണ്. പിന്നെ ക്ലീനിങ് അതാണ് ഇതുപോലെ ഒരു സ്ഥലത്തുണ്ടാവില്ല. അങ്ങനെ 3 നേരം തുടച്ച് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാൽ അന്നാ സാധിച്ചു തരുന്നത്. ഒരു കാലത്ത് യാതൊരു തടസ്സമില്ല, മുട്ടുമില്ല, ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ കിട്ടാത്ത സൗകര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കിതൊക്കെ തന്നെ സ്ഥാപനം വളരട്ടെ. ഇതിന്റെ വൃത്തി കണ്ടല്ലോ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വൃത്തി നമ്മളൊരു ഹൈ ക്വാളിറ്റി ഹോട്ടലിൽ പോയാലും കിട്ടും. എനിക്ക് സംശയമാണ്. കാരണം അത് ഇപ്പോൾ ഒരു രോഗിയാണ് നമ്മൾ പറഞ്ഞത് 3 പ്രാവശ്യം അവിടെ തുറക്കുന്നത്. അത് നമ്മളിത് പരസ്യമല്ല. കാരണം ഇത് 100% അർഹതപ്പെട്ട രോഗികൾക്കുള്ള അവകാശം കൊടുക്കുക. ഇതിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഇതിനെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് പ്രാർത്ഥിക്കണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്. ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും. കാരണം ഇതിൽ അവർക്ക് സമ്പത്ത് ഇല്ല, ഇത് അവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇത് മറ്റുള്ളവന് വേണ്ടി അവരുടെ ജീവിതം, അവരെ നന്മ, നാളെ പരലോക ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അർഹതപ്പെട്ട രോഗികൾക്ക് താങ്ങും തണലാവാൻ. ഒന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും സഹകരണക്ക് സ്വന്തമല്ല, നമ്മളെല്ലാവരും ആ നമ്പർ വിളിച്ചിട്ട് കഴിയുന്ന സപ്പോർട്ട് സഹായങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം അർഹരായ രോഗികളെയാണ് ഇവർ കയ്യിലെടുത്തുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ എല്ലാ സൗകര്യം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ രൂപ കൊടുക്കണമെങ്കിലും അതും അർഹതപ്പെട്ട രോഗിക്ക് ആ പ്രാർത്ഥന നമുക്കുണ്ടാകും. അതേ നമുക്ക് ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ഇതിൽ ബന്ധപ്പെടാം. സിക്കർ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ സിക്കർ ഹോസ്പിറ്റലിൽ കിഡ്നി ഓപ്പറേഷത്തിന് വന്ന ആളുകളോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിവൃത്തിയില്ലാത്ത ചികിത്സ അതിൻ്റെ വിഷയമൊക്കെ നേരത്തെ പറഞ്ഞു. അത്തരം രോഗികൾക്കൊക്കെ ഇവിടെ താമസിക്കാനുള്ള എല്ലാ ഭക്ഷണവും റൂമും എല്ലാ സൗകര്യയാത്രക്കുള്ള വണ്ടി ഒക്കെ ഉണ്ട്. നമ്മൾ ബന്ധപ്പെടാൻ വിഷയങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇതിൻ്റെ മുതിർന്ന ഒരു ഭാരവാഹിയാണ് അദ്ദേഹം. ഈ കാര്യത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ഇത് വല്ലാത്ത സുഖമാണ്. അദ്ദേഹത്തിൻ്റെ എളിയ സ്റ്റാഫുകൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു എനർജിയാണ്. സെലവക്കാരൊക്കെ ഉള്ള പ്രായത്തിലുള്ള ആൾക്കാർ ഞങ്ങൾക്കൊരു എനർജിയാണ്. കാരണം ഇത്രയും നല്ല കാര്യത്തിന് പിന്തുണയിട്ട് ഇറങ്ങിക്കാം. പിന്നെന്തോ റഷീദ് നമ്മളെ തോട്ടത്തിൽ റഷീദക്കാരനായ ഒരു വലിയ മനുഷ്യസ്നേഹമാണ്. ഇത്ര ഇതിന് ഏറ്റവും വലിയ ഉപകാരം ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം ഇന്ന് ഒരു ചെറിയ സുഖമില്ലാതെ ഹോസ്പിറ്റലാണ് പറഞ്ഞു. ആ വലിയ മനുഷ്യന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം അത്രയും ഒരു മനുഷ്യൻ അറിയാതെ ഇത്രയും വലിയ അർഹതപ്പെട്ട ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും സഹായം ചെയ്യുന്ന ആ വലിയ മനുഷ്യനും വലിയ മനുഷ്യൻ്റെ കൂടെയുള്ള ഒരുപാട് സഹപ്രവർത്തകർ. ആ വലിയ മനുഷ്യന് ചെറിയ സുഖമില്ലാതെ കിടക്കണം. സംബ്രാനോട് നിങ്ങളൊക്കെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മുടെ തോട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ എത്തട്ടെ. ഇനിയും ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ ആ വലിയ മനുഷ്യന് ആരോഗ്യവും സമ്പത്തും ആയുസ്സൊക്കെ പക്ഷങ്ങൾ കൊടുക്കട്ടെ. പ്രാർത്ഥന നിർബന്ധമായിട്ട് വലിയ മനുഷ്യനാണ്. കാരണം അർഹതപ്പെട്ട അവകാശികളായ പാവപ്പെട്ട രോഗികൾക്ക് താങ്കൾ തമിഴാവുന്ന വിശ്വസിക്കുകയാണ്. ശിക്ഷിച്ച് പറയാനില്ല. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിനിൽ കെയർ ഹോം എന്ന സ്ഥാപനത്തെ പറ്റിയാണ് അതിൻ്റെ ഉത്തരവാദിത്ത ആളുകളും അതുപോലെ തന്നെ നഴ്സുമായിട്ട് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിലേക്ക് എടുത്തിട്ട് പറയാനുള്ളത് ഇതിന് മേലെ അതിൻ്റെ എക്കോണമി ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. മാസത്തിൽ 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ഒരു സ്ഥാപനം
ഏറ്റവും പ്രയാസപ്പെടുന്ന രോഗികൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ പുതുതായിട്ട് ഇക്ര ഹോസ്പിറ്റലിൽ കിഡ്നി ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗികൾക്ക് അഡ്വാൻസ് ബുക്കിങ്ങുള്ള അതുപോലെ തന്നെ വെരിഫിക്കേഷനിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്കുള്ള താമസ സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും എത്രയും ഉപകാരപ്പെട്ട ഒരു സംരംഭം ഇവിടെ ഒരുക്കിയ കെയർ ഹോമിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഇതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന രൂപത്തിൽ ഡൊണേഷൻസ് ചെയ്തു കൊടുക്കണം, പറ്റുന്ന രൂപത്തിൽ ഇടപെടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സ്വാഗതം.